ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയുടെ കൂട്ടത്തിൽ വരുന്ന ഒരു കാളനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രക്കായും ഒരു ചെറിയ പീസ് ചേന. ഞാനിത് കട്ട് ചെയ്യാൻ പോവേണേ. 1 സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ കയ്യിൽ തടകുന്നത്. ഇതിൽ കറ കയ്യിൽ പുരളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടുന്നത്. ഇനി ഇത് കട്ട് ചെയ്യണേ. നല്ല സ്ക്വയർ പീസായിട്ട് തന്നെ ഇത് കട്ട് ചെയ്യണം. ഒരുപാട് നൈസ് അല്ലാതെ എന്നാൽ തീരെ വലിയ കട്ടിയല്ലാത്ത കഷ്ണങ്ങളാക്കി ഇടണം. തൊലിയുടെ അംശം കുറച്ച് ഇതിൽ വേണം. ചില ആൾക്കാർ മൊത്തത്തിൽ തൊലി ഇളക്കിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്ത് വെള്ളത്തിലിടുകയാണ് കഴുകാൻ വേണ്ടിയിട്ട്. ചട്ടിയിലോട്ട് ഈ കഷ്ണങ്ങളൊക്കെ കഴുകിയിടുകയാണ്. ഇതിന് വേകാൻ വേണ്ടിയിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 2 ഗ്ലാസ് വെള്ളം എന്ന് പറയണത് ഇത് വേഗം വേണം. ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആവണം. ഈ വെള്ളം വറ്റുകയും വേണം. കഷ്ണങ്ങളെല്ലാം അടുപ്പത്ത് വയ്ക്കുവാണേ. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി. ഇത് വേവിക്കുക. വെന്തതിന് ശേഷം ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നേരത്തെ വെച്ച വെള്ളത്തിൽ നിന്ന് ഒരുപാട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് തൈരാണ്. 2 കപ്പ് തൈര് ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. തൈരിട്ട് നന്നായി ഇളക്കണം. ഒരു സ്പൂൺ അളവിന് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഈ തൈര് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഈ തൈര് വറ്റുന്നവരെ നമുക്ക് തീയിടാം. ഇത് ചേർക്കാനായിട്ടേ ഒരു കൂട്ട് തയ്യാറാക്കണം. അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് കാണിക്കാം. അതിനു വേണ്ടി ഒരു ബൗള് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ജീരകം, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതാണെങ്കിൽ 2 മതി. ഇതെല്ലാം മിക്സിയിലാക്കി ഒന്ന് അരച്ചെടുക്കുകയാണ്. നമ്മുടെ തൈര് ഇതിലോട്ട് പറ്റി ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൂട്ട് ഇതിലോട്ട് ഇടുകയാണ്. ഇതൊരു ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. നമ്മുടെ കട്ടിക്കാളൻ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വയ്ക്കുകയാണേ. ഇറക്കി വെച്ചിട്ട് അടുത്ത് കടുക് താളിക്കാം. താളിക്കാനായിട്ട് എണ്ണ ഒഴിക്കണേ. 1/2 സ്പൂൺ നെയ്യ് ഒഴിക്കണേ. ഇത് നെയ്യ് കൂടുതൽ ഉപയോഗിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണേ. ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില. നമ്മുടെ കട്ടിക്കാളൻ റെഡി ആയിട്ടുണ്ട്. ഇത് സദ്യയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു തൊടുകറിയാണ്.
ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കണ്ടല്ലോ, വളരെ ഡ്രൈ ആയിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ വേകാൻ ആവശ്യമുള്ള വെള്ളം വെക്കണം. അത് വറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള തൈര് ചേർക്കുന്നുണ്ട്. തൈരും വറ്റാറായി വരുമ്പോഴാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലിട്ട് ഒഴിക്കുന്നത്.